എല്ലാവർക്കും അറിയാവുന്ന വളരെ എളുപ്പമായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്, പുളിരസം. ഇതിനായി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം ആ പുളി പിഴിഞ്ഞ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഈ പുളിവെള്ളത്തിലേക്ക് ചേർക്കുക. ഒരു കുടം വെളുത്തുള്ളി, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇവ നന്നായി ചതച്ചെടുക്കുക. ഈ സമയം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന പുളിവെള്ളം അടുപ്പിലേക്ക് വെക്കുക. ഇതേ സമയം തന്നെ നമുക്കൊരു ചീനച്ചട്ടി മറ്റൊരടുപ്പിലേക്കും വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കടുകിടാം. കടുക് നന്നായി പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് വെളുത്തുള്ളി, വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില എന്നിവ ചേർക്കുക. പിന്നീട് കായവും കൂടെ നമുക്ക് ചേർക്കാം. ഇതിലിപ്പോൾ കായത്തിൻ്റെ കട്ടയാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടിയാണെങ്കിൽ പിന്നീട് ചേർത്താൽ മതിയാകും. ഇവ നന്നായി ഇളക്കുക, കരിഞ്ഞു പോകരുത്. ഒന്ന് മൂക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് ഉലുവാപ്പൊടി ഇവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. പൊടികളാണ്, കരിഞ്ഞു പോകരുത്. ഒരു 30 സെക്കൻഡൊക്കെ ഇട്ടാൽ മതി. അതിനുശേഷം ഈ കൂട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം തിളയ്ക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇതാ ഇപ്പോൾ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് തീ സിമ്മിലോട്ടിടാം. സിമ്മിലോട്ടിട്ടതിന് ശേഷം ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന പുളിരസം തയ്യാർ.